നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരിയേട്ടൻ ചേച്ചിയെ വിളിച്ചോ? ഇല്ല മോളെ. നാളത്തെ ചടങ്ങിനിടയിൽ ഗിരിയേട്ടൻ കയറി വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി. സ്വപ്ന ഗിരിയേട്ടനോട് വക്കീൽ അവളെ ചതിച്ചെന്നാ പറഞ്ഞിരിക്കുന്നെ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഗിരിയേട്ടന് എന്തായാലും ദേഷ്യം വരില്ലേ? ഈ കല്യാണം മുടക്കാൻ ഗിരിയേട്ടന് ആവശ്യത്തിനുള്ള കാരണമായില്ലേ? ഗിരിയേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്നാ എന്റെ മനസ്സിപ്പോഴും പറയുന്നത്. ഇനി എങ്ങാനും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ നിന്റെ കൂടെ ഞാനുണ്ട്. നിങ്ങളുടെ കല്യാണം നടത്താമെന്ന് ഞാനാണ് വാക്ക് തന്നത്. ഞാൻ തന്ന വാക്ക് എന്ത് വില കൊടുത്തും ഞാൻ പാലിക്കും. തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ മുകുന്ദനുമായിട്ട് നിന്റെ കല്യാണം നടത്തും. ഗിരിയേട്ടൻ അതിനെ എതിർത്താലോ? ആരൊക്കെ എതിർത്താലും ശരി, ഈ കല്യാണം മുടങ്ങില്ല. വേണ്ട ചേച്ചി, എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടരുത്. പ്രത്യേകിച്ച് ഈ അവസ്ഥയില് വക്കീലും അത് ആഗ്രഹിക്കില്ല. കല്യാണം നടക്കുകയാണെങ്കിൽ ഗിരിയേട്ടന്റെ സമ്മതത്തോടു കൂടി തന്നെ മതി. ഇല്ലെങ്കിൽ സാരമില്ല, എന്നെങ്കിലും ഒരിക്കൽ സത്യമെല്ലാം മനസ്സിലാക്കി മനസ്സ് മാറുമല്ലോ. അതുവരെ വക്കീലിന് വേണ്ടി ഞാൻ കാത്തിരുന്നോളാം. ശേ, നിനക്ക് അത്രയും വലിയ ത്യാഗം ഒന്നും ചെയ്യേണ്ടി വരില്ല. കല്യാണം ഒരു കുഴപ്പമില്ലാതെ നടക്കും. നീ വേഗം ചെന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. ശരി ചേച്ചി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളെ, പോയി കിടന്നു. ഗിരി ഒരിക്കലും നിന്റെ കല്യാണത്തിന് തടസ്സം നിൽക്കില്ല. പക്ഷേ നാളെ വന്നില്ലെങ്കിലും അമ്മേ, ഗിരി വരാതിരുന്നെങ്കിൽ അതിനർത്ഥം അവന് ഈ കല്യാണം നടക്കുന്നതിൽ താല്പര്യമില്ലെന്നല്ലേ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുമ്പോൾ അവനില്ലാതിരുന്ന എങ്ങനെ അമ്മ ശരിയാവുക? എന്റെ മോനെ, അവൻ വന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയല്ലേ ഉള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, അവൻ നാളെ വരണമെന്ന് എൻ്റെ ആഗ്രഹം. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണയെങ്കിലും ഞങ്ങൾക്ക് തീർക്കാമല്ലോ. എടാ, നീ സ്വപ്നെ പറ്റിച്ചെന്ന് കരുതി ഗിരി ചിലപ്പോൾ നിന്നോട് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്. അവൻ്റെ അടുത്ത് നിന്നും ഏറ്റവും മോശം പ്രതികരണം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുട്ടിക്കാലം മുതലേ എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനവൻ. പല മോശം അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴും അവൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചങ്ക് പറിച്ച് കൂടുന്നൊരു കൂട്ടുകാരനെയാണ് ആ സ്വപ്നം പറഞ്ഞൊരു നുണ കാരണം എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. വർഷങ്ങളായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന പരസ്പര വിശ്വാസമാണ് ഇപ്പം തകർന്നത്. അവനെ ഞാൻ ചതിച്ചതുപോലെ ഗിരിക്ക് തോന്നുന്നുണ്ടാവും. അവരെന്നെ വിശ്വസിച്ച് അവൻ്റെ വീട്ടിൽ കയറ്റി ഒരംഗത്തെ പോലെ കരുതി എനിക്ക് സ്വാതന്ത്ര്യം തന്നു. പകരം ഞാൻ എന്താ ചെയ്തേ? അവൻ അനിയത്തി കയറി പ്രേമിച്ചു.
ഗിരിക്ക് എന്നോട് ദേഷ്യം തോന്നിയ കുറ്റം പറയാൻ പറ്റില്ലമ്മേ. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഗിരിയുടെ അമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? മുകുന്ദ, എടാ, നിനക്ക് ഇത്രയും കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഒരു പെൺകുട്ടിയോട് സ്നേഹം തോന്നുന്ന അത്ര വലിയ തെറ്റൊന്നുമല്ല. നീ സ്വപ്നയെ ഒരു ദുരുദ്ദേശത്തോടെയല്ല സ്നേഹിച്ചത്. നീ അവളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കാൻ കാരണം സ്വപ്ന നിന്നെ ചതിച്ചതുകൊണ്ടാ. അതിൽ നീ എങ്ങനെയാ തെറ്റുകാരനാകുന്നത്? അമ്മേ, സ്വപ്ന നേരെ തിരിച്ച് ഗിരിയോട് പറഞ്ഞ അവൻ അവളുടെ വാക്കുകളല്ലേ വിശ്വസിക്കാൻ പറ്റൂ? മോനെ, ഇത്രയും കാലമായിട്ടും സ്വപ്നയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ ഗിരി ഒരു മണ്ടനായിരിക്കണം. അമ്മ പലവട്ടം എന്നോട് എല്ലാ സത്യങ്ങളും ഗിരിയോട് തുറന്നു പറയാൻ ഉപദേശിച്ചതാ. ഞാൻ കേട്ടില്ല. അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അന്നത് നിനക്ക് കഴിയാത്തത് നന്നായി എന്നാ എനിക്ക് തോന്നുന്നത്. ഗിരിയുടെ അടുത്ത് നിനക്ക് സ്വപ്ന ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ഗിരി അതിനെ എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഗിരി മുന്നിൽ നിന്ന് തന്നെ നടത്തിയേനെ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ആ പിശാചിനെ ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വരേണ്ട ഗതികേട് നിനക്കുണ്ടാകുമായിരുന്നില്ലേ? അതോടെ ഈ കുടുംബം നശിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നീയും ഈ കുടുംബം രക്ഷപ്പെട്ടെന്ന് കരുതടാ. വൈകിയാണെങ്കിലും അവളുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കി നീ രക്ഷപ്പെട്ടില്ലേ? എടാ, സ്വപ്നയ്ക്ക് ചേരുന്ന കുടുംബം ഗോപാലന്റെ തന്നെയാ. അവിടെയുള്ളവരെല്ലാം വിഷജന്തുക്കളായതുകൊണ്ട് അവൾക്ക് അവരുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. എടാ മോനെ, എത്ര വലിയ പ്രശ്നങ്ങൾ നേരിട്ടിട്ടാ നിങ്ങളുടെ കല്യാണം നടക്കുമെന്ന അവസ്ഥ വരെ കാര്യങ്ങൾ എത്തിയത്. ഈ അവസാന നിമിഷം ദൈവം നിങ്ങളെ കൈവിടുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഗിരി ചിലപ്പോ നിന്നോട് ദേഷ്യത്തിൽ മോശമായിട്ട് പെരുമാറിയെന്ന് വരും. പക്ഷേ മഹിമ ആരെ കല്യാണം കഴിക്കണമെന്നുള്ളത് അവളുടെ മാത്രം തീരുമാനമാണ്. അവള് നിന്നെയല്ലേ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നാളെ ഹൽദിയുടെ ചടങ്ങിൽ എന്തൊക്കെ സംഭവിച്ചാലും അവള് നിന്റെ പെണ്ണായി നിനക്ക് വേണ്ടി കാത്തു നിൽക്കും. ആ ഉറപ്പ് നിനക്കുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നേ? നാളെ എന്തൊക്കെ സംഭവിച്ചാലും ധൈര്യമായിട്ട് നേരിടും എന്ന് നീ തീരുമാനിച്ചാൽ മതി. മോനെ, ആരൊക്കെ കൈ ഒഴിഞ്ഞാലും ഈ അമ്മ നിന്റെ കൂടെ നല്ല കട്ടയ്ക്ക് നിൽക്കും.